സ്വർണ്ണവില കൂപ്പുകുത്തുകയാണ്. ആഭരണ പ്രേമികൾ ആശ്വാസത്തിലാണ്. ഇനിയും വില കുത്തനെ ഇടിയുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. എന്നാൽ സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടം യഥാർത്ഥത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് ജ്വല്ലറിക്കാർക്കാണ്. സാധാരണ ഈ സമയത്തുള്ളതിന്റെ 4/1 പോലും വ്യാപാരം ഒരു സ്വർണ്ണക്കടകളിലും നടക്കുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വർണ്ണവിലയിൽ ഇത്തരത്തിലൊരു കടുത്ത ചാഞ്ചാട്ടം നടക്കുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വലിയ തരത്തിലാണ് സ്വർണ്ണവില വീഴുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായെല്ലാം സ്വർണ്ണവില കുറയുന്നത് കണ്ടു. എന്നാൽ ഇടയ്ക്ക് വർദ്ധിക്കുന്നതും സ്വർണ്ണവിലയിൽ ഇന്ന് ദൃശ്യമാകുന്ന മറ്റൊരു ട്രെൻഡാണ്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണ്ണത്തിനും പണിക്കൂലിക്കും മേൽ ചുമത്തുന്ന GSTയും ഹോൾമാർക്കിംഗ് ചാർജ് 45 രൂപയും അതിന്മേൽ ഈടാക്കുന്ന 18% GST എന്നിവയെല്ലാം ചേർത്ത് ഒരു പവൻ ആഭരണം വാങ്ങിയാലും കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. ഇത് സാധാരണക്കാരന് ഞെട്ടുന്ന വില തന്നെയാണ്. എന്നാൽ ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വരുന്ന മാറ്റവും പണിക്കൂലിയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം കൊണ്ടും വില കുറയുമ്പോഴും ആഭരണ പ്രേമികൾ സ്വർണം വാങ്ങാൻ കാത്തു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കച്ചവടക്കാരെയാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് സ്വർണം വേണ്ട എന്നൊരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കൂപ്പുകുത്തുന്ന ട്രെൻഡ് കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 7000-ലധികം രൂപയുടെ വില വ്യത്യാസമാണ് കണ്ടത്. വില ഇങ്ങനെ കുറയാൻ തുടങ്ങിയതോടെ ആഭരണ പ്രേമികൾ ആശ്വാസത്തിലാണെങ്കിലും വില കുത്തനെ ഇടിയുമെന്ന് തന്നെയാണ് പലരുടെയും പ്രതീക്ഷ. എന്നാൽ സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ കുറവ് യഥാർത്ഥത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് തങ്ങൾ കാണുന്ന വ്യാപാരികളും പറയുന്നുണ്ട്. വില കുറഞ്ഞിട്ടും സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ല. സ്വർണ്ണവില വലിയ തോതിൽ കുറയുന്നത് ആശങ്കയ്ക്കും വഴിവെക്കുന്നുണ്ട്. വിപണിയിൽ വലിയ തോതിലുള്ള സപ്ലൈ എത്തുകയാണ്. ആവശ്യക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുത്തനെ ഇടിയുന്ന സ്ഥിതിവിശേഷണത്തിലൂടെയാണ് പോകുന്നത്. യുദ്ധം എത്ര ദിവസം നീണ്ടു നിൽക്കുന്നുവോ അത്രയും നാൾ ഈ സ്വർണത്തിലെ വിലയും താഴേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ പോക്ക് വളരെ വലിയ ഒരു പ്രശ്നം വ്യാപാരികളിലും സൃഷ്ടിക്കും. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് സന്തോഷ വാർത്തയാണെങ്കിലും വലിയ രീതിയിൽ വില കുറയുമെന്ന് പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അങ്ങനെ വീണ്ടും സ്വർണ്ണവില കുറയും എന്നുള്ള ചിന്തയോടുകൂടി ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിനാൽ തന്നെ എങ്ങനെ വ്യാപാരികൾ ഈ പ്രതിസന്ധി തരണം ചെയ്യുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് രാജ്യങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ മുതിരുന്നില്ല. ഇത്രയധികം പണം കൊടുത്ത് സ്വർണം എന്തിനു വാങ്ങുന്നു എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരാണ് മിക്കവരും. വില ഇങ്ങനെ അടിക്കടി കുറയുമ്പോൾ വീണ്ടും കൂടുതൽ താഴ്ചയിലേക്ക് വീഴുമെന്ന് തന്നെയാണ് ജനം കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചാഞ്ചാട്ടം തുടരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.